ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G20 ജനറൽ സർവീസ് ആയിട്ട് വന്നതാണ്. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, അതേപോലെ സ്പീഡോമീറ്റർ ചെക്കപ്പ്, ഇതാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ അടക്കണം, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്ത് തന്നെ വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററും നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്. കുറച്ച് പൊടി കിടക്കുന്നത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് അയച്ചാണ്, പീരിയോഡിക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയച്ചാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് വിടണമുണ്ട്. അതിൻ്റെ വേരിയൻറ്റ് ബോഡി ബോസ് ഡ്രൈവൊക്കെ എത്തുമ്പോൾ കിടക്കുന്നത് പുതിയതാണ്. ബെൻഡെക്സിൻ്റെ ഭാഗമൊക്കെയാണ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ക്ലച്ച് ഷോക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അതേപോലെ ബെൽറ്റും നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിൻ്റെ കിടക്കുന്നത്. പുതിയ ബെൽറ്റാണ് കേട്ടോ, വലിയ ഡാമേജ് വന്നിട്ടില്ല. ചെറിയ സൈഡിൽ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. കമ്പനി ബെൽറ്റ് കിടക്കണം, നമുക്ക് അത്യാവശ്യം മാക്സിമം നമുക്ക് യൂസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല, ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററൊക്കെ ആയാലും ഓക്കെയാണ്. നിലവിൽ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിൽ വന്നില്ല, അപ്പോൾ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ കാർബറേറ്റർ ആ സ്ഥിതിയിൽ തന്നെ തുടരട്ടെ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ബ്രേക്ക് ലിങ്കിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷൊക്കെ പുതിയത് കിടക്കണേ, ഷോക്ക് പുതിയതാണ് കിടക്കണം കേട്ടോ, പുതിയ ഷോക്കാണ് ഫ്രണ്ട് വന്നാണ്. അതേപോലെ ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു. കമ്പനി ലൈനർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്കൊന്ന് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് ടയറായാലും പുത്തൻ ടയർ കിടക്കണം. വീൽ ബെയറിംഗ് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളത് ബാറ്ററി കൂടി കൂടുതൽ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്, 13.17, അതാണ് റേഞ്ച്. ടെസ്റ്റിലേക്ക് വരുമ്പോൾ 9.30 അറിയാം, 9.3 കാണിക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ബാറ്ററിയുടെ ഭാഗത്ത് ഓക്കെയാണ്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പൊട്ടിപ്പോയേക്കണം, അപ്പോൾ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ മീറ്റർ ഓക്കെ ആയിക്കോളും. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലയിൻ്റ് ഒന്നുമില്ല, അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്ററായാലും ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ കൂട്ടത്തിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ നിലവിൽ കറക്റ്റായിട്ട് സർവീസ് ചെയ്യണതുകൊണ്ട് വേറെ വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. ആ കേബിൾ ഓൾറെഡി പൊട്ടി പോയത് കൊണ്ടാണ് നമുക്ക് കേബിൾ മാറ്റേണ്ടി വരുന്നത്. ബാക്കിയതെല്ലാം തന്നെ നമുക്ക് അഴിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഗ്രീസിങ്ങിന് ആവശ്യമുള്ള ഗ്രീസ് ചെയ്തൊക്കെ റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 5 മണിയൊക്കെ ആവട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.